എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നതെന്താ വെച്ചാൽ സക്സസ് ടുഡേ എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയൊരു ഫേമാണ്. അവർ ഈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് അവാർഡ്സ് എന്ന് പറഞ്ഞാൽ 2023 നടത്തിയിരുന്നു. അതിൽ ഞാനൊരു നോമിനേറ്റഡ് ആയിരുന്നു. ഇത്തവണയും അവർ 2024 നടത്തിയപ്പോൾ ഫസ്റ്റ് സെലക്ഷൻ ക്രൈറ്റീരിയസ് തന്നെ ഞാൻ നോമിനേറ്റഡ് ആയി വീണ്ടും. അതെന്തിനാണെന്ന് വെച്ചാൽ ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ ബാൽനെസ് വിതൗട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ഒരു ഫീൽഡിൽ, അതായത് ദ ന്യൂ ഇൻവെൻഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് ഓൾറെഡി എന്താ പറയുക, നമ്മുടെ യൂറോപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ അവർ കൺസിഡർ ചെയ്യുന്ന ഇന്ത്യയിലുള്ള കാര്യം ദ ന്യൂ മൊണോപ്പൊളി ഇൻവെൻഷൻ ഓഫ് മീൻസ് ന്യൂ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവരൊക്കെ നമ്മളെ ഫീഡ്ബാക്ക് എടുത്തത് പേഷ്യൻസിന്റെ അടുത്തുനിന്നാണ്. ഇവർ നമ്മളെ പേഷ്യൻസിനെ ഓരോരുത്തരെയും കോണ്ടാക്ട് ചെയ്ത് നമ്മൾ 3 കൊല്ലം മുന്നേ ഉള്ള പേഷ്യൻസിനെ വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. എന്നെ പറ്റി നല്ലൊരു ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് ആണ് ഞാൻ നോമിനേറ്റഡ് ആയത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സന്തോഷം നടന്ന കാര്യം. അപ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ, ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ലോ ഉണ്ടല്ലോ. അതേപോലെ ഞാൻ എന്താ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കണ്ണുണ്ടല്ലോ, കണ്ണിൽ ചെറിയ പ്രശ്നമായി. എന്താ വെച്ചാൽ എൻ്റെ ബ്രദറും ഞാനും കൂടി വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി സ്കിഡായി. നമ്മളെ ബ്രദറിന്റെ കാറായിരുന്നു, ബലേനോ. അത് കണ്ട് സ്കിഡായി. ഞാൻ സൈഡിലായിരുന്നു ഇന്ന്, അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അത് സ്കിഡായി നേരെ പോയിട്ട് ഒരു സ്വിഫ്റ്റ് കാറിൽ ഇടിച്ചു. അങ്ങനെ ആകെ പ്രശ്നമായി. ആ സ്വിഫ്റ്റ് കാറിൽ ഇടിച്ചപ്പോൾ എൻ്റെ കണ്ണ് പോയിട്ട് നേരെ അതിൻ്റെ ഒരു ഹുക്കിൽ പോയിട്ട് ഇടിച്ച്. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ പോയി ഇടിച്ചു. ഞാൻ സീറ്റ് ബെൽറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇട്ടിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നമാണ്. അങ്ങനെ എൻ്റെ കണ്ണ് നേരെ പോയിട്ട് ഇടിച്ച്. കണ്ണ് ആകപ്പാടെ കണ്ടോ പറ്റിക്ക്. ഇതിനൊക്കെ കഷ്ടമായിരുന്ന അവസ്ഥ. മൂക്ക് ഫ്രാക്ചർ ഉണ്ട്. അങ്ങനെയായിരുന്നു. പക്ഷേ ദ സെയിം ഡേ അന്ന് നൈറ്റാണ് നടന്നത്. അത് പിറ്റേ ദിവസം തന്നെ ഞാൻ പേഷ്യൻസിനെ കാണാൻ ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ക്ലിനിക്ക് ഓപ്പൺ ആണ്, ഞാൻ ചെല്ലാറുണ്ട്. ഇതതിൻ്റെ വഴിക്ക് പോകും. പക്ഷെ ക്ലിനിക്ക് ഞാൻ ക്ലോസ് ചെയ്യില്ല, ജമ്മത്തിൽ ഞാൻ ക്ലോസ് ചെയ്യില്ല. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പോയത്. അപ്പോൾ ഇതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഈ വലിയ കണ്ണടയൊക്കെ ഇട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവരെന്തെന്നാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഈ എന്തായാലും ഈ നോമിനേഷൻ്റെ കാര്യം പറയാൻ വരുമ്പോൾ ഈ കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ താങ്ക് യു.